മറ്റാരും CPM മന്ത്രിയാവാൻ യോഗ്യതയില്ലാത്ത വിധത്തിൽ ആരോഗ്യമന്ത്രി കസേരയിലേക്ക്, വനിതകളുടെ വെൽഫെയർ നോക്കേണ്ട കസേരയിലേക്ക് കയറിയിരുന്ന മന്ത്രിക്ക് അത് മനസ്സിലാകണമെന്നില്ല. സത്യത്തിൽ ഞാൻ അതിശയിക്കുകയാണ് അവർ ഒരു സ്ത്രീ ആണോ എന്നുള്ളത്. കാരണം സ്ത്രീയാണ് എങ്കിൽ സ്ത്രീയുടെ മാനസികാവസ്ഥ അറിയും. പെണ്ണുങ്ങൾ നടത്തുന്ന സമരമല്ലേ അല്ലേ? പെണ്ണുങ്ങൾ നടത്തുന്ന സമരം. ആ പെണ്ണുങ്ങൾ അവിടെ കുറച്ചു ദിവസം ഇരുന്നിട്ട് അങ്ങ് എണീറ്റ് പൊക്കോളും. ഇതാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ തുല്യതയ്ക്കും സ്ത്രീ നീതിക്കും വേണ്ടി ബിരിയാണിയും കൊക്കക്കോളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് വനിതാ മതിൽ കെട്ടും. 2007 മുതൽ 232 രൂപ കൊണ്ട് 2025 വരെ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 50 ദിവസമായി കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM കമ്മ്യൂണിസ്റ്റ് സർക്കാർ, തൊഴിലാളി വർഗ സർക്കാർ എന്നാണ് അവർ സ്വയം കൊട്ടിഘോഷിക്കുന്നത്, ആഘോഷിക്കുന്നത്. അവര് ആഘോഷിക്കുന്ന ഒരു പാട്ടുണ്ട്, മനുഷ്യനാകണം മനുഷ്യനാകണം അല്ലേ? എന്ത് പാട്ടാ, എന്ത് പഞ്ചുള്ള പാട്ടാ. അത് കേട്ടു കഴിഞ്ഞാൽ മനുഷ്യത്വം ഇങ്ങനെ തേൻ ഒലിക്കും പോലെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും സഖാക്കളുടെ ഉള്ളിൽ നിന്ന്. ആ സഖാക്കളോട് നിങ്ങൾ ഓരോരുത്തരും കാൽ പട്ടാളമായി കോവിഡ് കാലത്തും കുഞ്ഞു ജനിക്കുമ്പോഴും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചറിയാനും സർവേകളുടെ ഭാഗമായും നിങ്ങൾ കാൽ പട്ടാളമായി മഴയെയും വെയിലിനെയും വകവയ്ക്കാതെ കയറി ഇറങ്ങിയ വീടുകൾ അത് വെറും വീടുകളല്ല, നിങ്ങൾക്ക് തൊഴിൽ ചെയ്യേണ്ട ഇടം മാത്രമല്ല, നിങ്ങളുടെ കുടുംബമാണ്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ആളാണ് ഞാൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രദേശത്തെ ആശാ പ്രവർത്തക ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ഇട്ട് ഈ സമര മണ്ഡലത്തിൽ നിന്നും എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ചേച്ചി കുഞ്ഞിന് വാക്സിൻ എടുത്തോ? ഈ സമരത്തിന് ഈ കൊടും വെയിലത്ത് നിന്നും എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് കിട്ടി, ചേച്ചി കുഞ്ഞിന് വാക്സിൻ എടുത്തോ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറും തൊഴിൽ ചെയ്യുന്നവരല്ല, നിങ്ങൾ കയറി ചെന്നിട്ടുള്ള എല്ലാ വീടുകളിലും നിങ്ങൾ ആ വീടുകളിലെ കുടുംബത്തിന്റെ ഭാഗമാണ്, കുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മുടെ വീടിനുള്ളിലുള്ള ഒരാളെ ആരെയും വേദനിപ്പിച്ചാൽ നമുക്ക് സഹിക്കുമോ? ഒരിക്കലും സഹിക്കില്ല. നമ്മുടെ വീടിനകത്ത് നമ്മുടെ വീടിന്റെ ഭാഗമായിട്ടുള്ള ഈ കേരളത്തിലെ ഓരോ വീടിന്റെയും ഭാഗമായിട്ടുള്ള നിങ്ങളെ 50 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന്റെ തെരുവിൽ ഇങ്ങനെ കുത്തിയിരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ പട്ടിണിക്ക് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ തന്നെ 10 മുതൽ 3 മണി വരെ വെയിൽ കൊള്ളരുത്, അൾട്രാ വയലറ്റ് രശ്മികൾ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് 50 ദിവസമായി നിങ്ങളിങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട മുടി, സ്ത്രീ ഒരു മുടി മുറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമര പ്രഖ്യാപനമാണ്, ഏറ്റവും വലിയ സമര പ്രഖ്യാപനമാണ്. കാരണം ഒരു സ്ത്രീക്ക് മുടി എന്താണെന്നുള്ളത് സ്ത്രീയുടെ മാനസികാവസ്ഥയുള്ളവർക്കറിയാം. പക്ഷേ വീണ ജോർജിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം അവര് സമരത്തെ തള്ളിപ്പറയുന്നു, സമരത്തെ അവഹേളിക്കുന്നു. CPM നേതാക്കന്മാര്, CITUവിന്റെ നേതാക്കന്മാര് സമരത്തെ തള്ളിപ്പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സമര പാരമ്പര്യ പോരാട്ടമുള്ള പ്രസ്ഥാനമാണെന്ന് സ്വയം ആഘോഷിക്കുന്ന CPM എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെന്ന് ഇപ്പോഴും അവർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞ 50 ദിനരാത്രങ്ങൾ കൊണ്ട്. ശീതീകരിച്ച ചാനൽ മുറിയിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പബ്ലിസിറ്റിയൊക്കെ നേടി അതിന്റെ ഗ്ലാമറിലും സുഖത്തിലുമൊക്കെ ജീവിച്ചവർക്ക് തെരുവിലെ സമരം എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ സാധിച്ചു എന്ന് വരില്ല.
ഈ വെയിൽ കൊള്ളുന്നതിന്റെ, ഈ പട്ടിണി കിടക്കുന്നതിന്റെ, ഈ മുടി മുറിക്കുന്നതിന്റെ, രാത്രിയിലെ മഞ്ഞുകൊണ്ട് രാവിലെ എണീക്കുമ്പോ ജലദോഷവും പനിയും പിടിപ്പിക്കുന്നതിന്റെ, സ്വന്തം വീടിന്റെ ആധാരം ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകാനിരിക്കുമ്പോഴും അടുത്ത ദിവസം വൈകിട്ട് വീട്ടിലേക്ക് ചെന്നെത്തി നോക്കിയാൽ കയറാൻ വീടുണ്ടാകുമോ എന്ന് അറിയാത്ത അരക്ഷിതാവസ്ഥയിലെ വീട്ടിലെ ഭർത്താവിനെ ഡയാലിസിസിന് കൊണ്ടുപോകാൻ അടുത്ത ബന്ധുക്കളെ ഏൽപ്പിച്ച് ഈ സമരം ഇരിക്കുന്നതിന്റെ, വീട്ടിലെ സ്വന്തം മക്കളെ തനിച്ചാക്കി പോരുന്നതിന്റെ യാതനയും വേദനയും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത് ചാനൽ മുറിയിൽ നിന്ന് നേരെ ലാറ്ററൽ എൻട്രി കിട്ടി MLA ആയി മറ്റാരും CPM-ൽ മന്ത്രിയാവാൻ യോഗ്യതയില്ലാത്ത വിധത്തിൽ ആരോഗ്യമന്ത്രി കസേരയിലേക്ക്, വനിതകളുടെ വെൽഫെയർ നോക്കേണ്ട കസേരയിലേക്ക് കയറിയിരുന്ന മന്ത്രിക്ക് അത് മനസ്സിലാകണമെന്നില്ല. സത്യത്തിൽ ഞാൻ അതിശയിക്കുകയാണ് അവർ ഒരു സ്ത്രീ ആണോ എന്നുള്ളത്. കാരണം സ്ത്രീയാണ് എങ്കിൽ സ്ത്രീയുടെ മാനസികാവസ്ഥ അറിയും. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുമ്പോൾ അറിയാം അല്ലേ ബുദ്ധിമുട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോ മന്ത്രിയുടെ AC മുറിയിലെ കസേരയിൽ ഇങ്ങനെ കറങ്ങി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാറ്ററൽ എൻട്രി വഴി കിട്ടിയ ആ കസേരയും ശാശ്വതമല്ല എന്നുള്ളത് വീണ ജോർജ് ഓർമ്മിക്കുകയാണെങ്കിൽ നന്ന് എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ സമൂഹത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നങ്ങേലിയുടെ സമരത്തെ ആഘോഷിച്ചിട്ടുള്ള നിരന്തരം ആഘോഷിച്ചുകൊണ്ട് സ്ത്രീകൾ സമരം നടത്തി പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയാണ് ഈ കേരളത്തിൻ്റെത്. ആ സ്ത്രീകൾ ചരിത്രം സൃഷ്ടിച്ച മണ്ണിലിരുന്നു കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ സ്ത്രീകളുടെ ഈ സമരത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടായിരിക്കും 50 ദിവസമായിട്ടും മുഖ്യമന്ത്രി ഇതിനകത്ത് ഒരു സെറ്റിൽമെന്റിലേക്ക് വരണമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താത്തത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ഉത്തരമേ കിട്ടിയുള്ളൂ. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബിന്ദു ചേച്ചിയെ പോലുള്ള സ്ത്രീകളാണ്. അപ്പോ പെണ്ണുങ്ങൾ നടത്തുന്ന സമരമല്ലേ അല്ലേ? പെണ്ണുങ്ങൾ നടത്തുന്ന സമര. ആ പെണ്ണുങ്ങൾ അവിടെ കുറച്ചു ദിവസം ഇരുന്നിട്ട് അങ്ങ് എണീറ്റ് പൊക്കോളും. ഇതാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ തുല്യതയ്ക്കും സ്ത്രീ നീതിക്കും വേണ്ടി ബിരിയാണിയും കൊക്കക്കോളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് വനിതാ മതിൽ കെട്ടും. മറ്റൊരു ഭാഗത്തോ ജീവിക്കാനുള്ള സമരത്തിന് വേണ്ടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിത സമരവുമായി 50 ദിനരാത്രങ്ങളായി സ്ത്രീകൾ തെരുവിൽ കിടന്ന് മുടി മുറിച്ചാലും അതിനെ കാണാത്ത മട്ടിൽ വീണ്ടും 38 വണ്ടിയുമായിട്ട് മുഖ്യമന്ത്രി മഹാരാജാവ് ഈ വീതിയിലൂടെ നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാട്ടിക്കൊണ്ട് ചീറിപ്പാഞ്ഞു പോകും. ഈ ചീറിപ്പായലും ഈ അഹങ്കാരവും ഈ മനുഷ്യത്വമില്ലായ്മയ്ക്കുമൊക്കെ അറുതിയുണ്ട്. അറുതിയില്ല എന്നവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കയറി ചെന്നിട്ടുള്ള ഓരോ വീട്ടിലും നിങ്ങൾ വെറും അതിഥികളല്ല, നിങ്ങൾ വെറും ടൈം പാസിന് 5 മിനിറ്റ് അർപ്പിച്ചു പോകുന്നവരല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടി നടത്തി പാർട്ടി. അതിലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ഞാൻ പോയിരുന്നു, ഉദ്ഘാടനം ചെയ്യാൻ. അവിടെ ഒരു ആശാപ്രവർത്തക കൂടിയായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി ചേച്ചി അവിടെ പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ്. റാബീസ് ബാധിച്ച ഒരു ആള്, അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അവരുടെ കുടുംബത്തിന് ആ വ്യക്തിയെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അവർക്ക് സാന്നിധ്യം വേണം. അതിനു വേണ്ട നടപടി ആരും അടുക്കാൻ തയ്യാറല്ല. അവിടെ ഒരു ആശാ വർക്കർ സധൈര്യം സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായം നൽകാനായിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. കോവിഡ് കാലത്ത് രണ്ടാം പിണറായി സർക്കാർ കോവിഡ് ഏറ്റവും നന്നായി മാനേജ് ചെയ്തു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം രണ്ടാമത്തെ കോവിഡ് മരണ നിരക്ക് നമ്മുടെ സംസ്ഥാനത്താണ്. ഇത്രയും മോർട്ടാലിറ്റി ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും
അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട്, കോവിഡ് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവന് വേണ്ടി നിങ്ങൾ പോരാളികളായി, നിങ്ങളുടെ ജീവൻ തുലാസിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ കാൽഭടന്മാരായി ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വീട്ടിലെയും അംഗമാണ്, ഞങ്ങളുടെയൊക്കെ ഭാഗമാണ്. ഇവിടെ ഈ സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് ചേച്ചി കുഞ്ഞിനെ വാക്സിൻ എടുത്തോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ച എൻ്റെ പ്രദേശത്തെ ലക്ഷ്മി സുരേന്ദ്രൻ എനിക്ക് എൻ്റെ കുടുംബാംഗമാണ്. ഇവിടെ വന്നപ്പോൾ എന്നോട് മുടി മുറിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, കുറച്ച് മുടിയേ ഉള്ളൂ, എന്തിനാ മുറിക്കുന്ന, ഒരു അല്പം മുറിച്ചാൽ പോരെ. ഷോയ്ക്കല്ല, ആത്മാർത്ഥമായാണ് നിങ്ങൾക്ക് വേണ്ടി മുടി മുറിച്ചത്, ആത്മാർത്ഥമായാണ്. നിങ്ങളിവിടെ നിരാഹാരമായി ഈ സമരപ്പന്തലിൽ കിടക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊപ്പമാണ്. നാളെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടി വന്നാൽ അതിന് പോലും നിങ്ങൾക്കൊപ്പം കിടന്ന് മരിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയുള്ള, മനുഷ്യത്വം മരവിച്ചിട്ടില്ല. നമ്മൾ മനുഷ്യനാകണം എന്ന് പാടുകയല്ല, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാം നിങ്ങൾക്കരികിലേക്ക് ഒഴുകിയെത്തും. മനസ്സുകൊണ്ട് നിങ്ങൾക്കൊപ്പമാണ്. ഈ സമരത്തിന്, സ്ത്രീകളുടെ സമരത്തിനെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളയാമെന്ന് വിചാരിക്കുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് കേരളം ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് 50ാമത്തെ ദിവസം. പണ്ട് നമ്മൾ പരീക്ഷ എഴുതുന്നത് 50 മാർക്കിനല്ലേ, 50 മാർക്കിനാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്ന് കേരളം ഈ 50ാമത്തെ ദിവസത്തെ നിങ്ങളുടെ മുടിമുറിക്കൽ സമരത്തിന്, നിങ്ങളുടെ നിരാഹാരത്തിന്, നിങ്ങൾ ഇത്രയും നാളിരുന്ന ഉപവാസത്തിന് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് മാർക്ക് ഇട്ടിട്ടുണ്ട്. വീണ ജോർജിന്റെ മനുഷ്യത്വം ഇല്ലായ്മയ്ക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. ആ മാർക്കിൽ നിങ്ങളുടെ കണ്ണീരിൽ വെണ്ണീറാകുന്ന സർക്കാരായിരിക്കും ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പിണറായി വിജയൻ നയിക്കുന്ന ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരിനുള്ള മാർക്ക്. ആ മാർക്കിൽ ഈ സർക്കാർ വെണ്ണീറാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കൊപ്പം, ഇന്നലെയും നിങ്ങൾക്കൊപ്പം, ഇന്നും നിങ്ങൾക്കൊപ്പം, നാളെയും നിങ്ങൾക്കൊപ്പം.